ഞാൻ രാവിലെ സങ്കടപ്പെട്ട കിടന്നേ. പക്ഷെ നമ്മുടെ സങ്കടം ആരും പറയരുത്, നമ്മളെല്ലാം ഫേക്കാണ്. ധൈര്യമായിട്ട് സ്തോത്രം, ഗ്ലോറി, ധൈര്യം എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ അകത്തൊരു പിടുത്തമില്ലേ, അർത്ഥവത്തില്ലേ 6 വർഷം കൊണ്ട്. അപ്പം ഞാനിങ്ങനെ കിടന്നപ്പോൾ വെളുപ്പിനെ 4 മണിയായപ്പോൾ ഞാൻ ഒരു സ്വപ്നം കണ്ടു. ഇവൻ വെദർ ഇറ്റ് ഈസ് എ ഡ്രീം ഓർ എ വിഷൻ ഓർ എ റിയാലിറ്റി എനിക്കിപ്പോഴും അറിയില്ല. ബോംബെയിലൊരു അച്ഛനുണ്ട്. ആ അപ്പച്ചൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, താടിയുണ്ട്. ഒരു പരമസാധുവായ ഭക്തനായൊരു അപ്പച്ചനാണ്. ഏക ശുശ്രൂഷ, ഒരു കൊച്ചു ടെൻറ്റ് താമസിച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒന്ന് ഫോൺ വരും, ആർക്കും അറിയത്തില്ല. പക്ഷേ ഭയങ്കര ഒരു പരമഭക്തനായ ഒരു സാധുവായ, വിവാഹം കഴിക്കാത്ത ഒരു കത്തോലിക്ക ബാക്കിട്ട് തന്ന ഒരു അപ്പച്ചൻ ഒരിക്കൽ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നിനക്ക് എന്നെ അറിയത്തില്ല, എനിക്ക് നിന്നെ അറിയത്തില്ലെങ്കിലും ഇത്ര വർഷമായിട്ട് ഞാൻ നിനക്ക് വേണ്ടി ദൈവം പറഞ്ഞിട്ട് എന്നും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. വല്ലപ്പോഴും ഒക്കെ വിളിക്കും. അപ്പം ഞാനൊരു സ്വപ്നം കാണുകയാണ്, തങ്കച്ചാൻ എൻ്റെ അടുക്ക വന്നിരിക്കുന്നു. എന്നിട്ട് ഒരു സ്റ്റൂളിട്ട് എൻ്റെ കത്തിട്ട് അടിക്കത്തിരുന്നു. എന്നിട്ട് എന്നെ ഇങ്ങനെ തൊടുക, ഉച്ച മുതലുള്ളംകാല് വരെ തൂത്തിട്ട് പറഞ്ഞു, എൻ്റെ മോനൊന്നും പറ്റത്തില്ലടാ, അപ്പച്ചനിവിടെ ഉണ്ട്, നീ ധൈര്യമായിട്ടിരിക്കടാ. സ്വപ്നം പോയി. പിന്നെ ഉറങ്ങി, എഴുന്നേറ്റു, പോയി. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവിടെ നിന്നുകൊണ്ട് തങ്കച്ചാനെ വിളിച്ചു. അച്ചായോ, പ്രിൻസാ റാന്നിന്ന ആണോ? ഇത് പറയുക, ഈ മനുഷ്യൻ എന്നോട് പറയുക, ഞാൻ 4 മണിക്ക് നിൻ്റെ മുറി വന്ന് പ്രാർത്ഥിച്ചായിരുന്നു. ഞാനിതിനെ മിസ്റ്ററി ആയിട്ടാണ് കാണുന്നത്. നാളെ ഇതൊരു എങ്ങനെ ഒരു തിയോളജിക്കൽ എക്സ്പ്ലനേഷൻ, ഇറ്റ് മേ ബി എക്സ്പീരിയൻസ്. ക്രിസ്ത്യൻ എക്സ്പീരിയൻസസ് ഉണ്ട്, ക്രിസ്ത്യൻ ഡോക്ട്രിൻസ് ഉണ്ട്. ദിസ് ഇസ് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഞാൻ 4 മണിക്ക് വന്ന് പ്രാർത്ഥിച്ചു. ഒരു പക്ഷേ ആ മനുഷ്യൻ 4 മണിക്ക് അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ ദൂതന്മാർ എനിക്ക് വേണ്ടി വന്നായിരിക്കുക. എനിവേ, സ്കാൻ ചെയ്തപ്പോൾ അബ്സല്യൂട്ട്ലി നോ പ്രോബ്ലം. ഞാൻ ചോദിച്ചു ഡോക്ടറോട്, ഡോക്ടറെ കഴിക്കാമോ? അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു, കഴിക്കാമോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ കഴിക്കണമെന്ന് പറയത്തില്ല, വയറ് ചാടരുത്, തൂക്കം കൂടരുത്, പിന്നെ വല്ലപ്പോഴും ഒക്കെ കൊതിക്കൊക്കെ കഴിക്കാമോ മക്കളെ, തിന്നാൻ വേണ്ടി ജീവിക്കരുത്, ജീവിക്കാൻ വേണ്ടി എന്ത് ചെയ്തോണം, കഴിച്ചോണം. ശരി സാർ, ഓക്കെ ഓക്കെ. പിന്നെ ഇതുവരെ ആ കാര്യത്തിൽ പോയിട്ടില്ല, അങ്ങനെ ഞാൻ കണ്ടിട്ടുമില്ല. അതും കഴിഞ്ഞിട്ട് ഇപ്പം വർഷം 5-6 ഈ 4 മണിക്ക് തങ്കച്ചാൻ എഴുന്നേറ്റില്ല. ഞാൻ സ്കാനിങ്ങിന് പോകുമ്പോൾ ആ അപ്പച്ചൻ പറയാം, 4 മണിക്ക് ഞാൻ നിൻ്റെ അടുക്ക വന്നു. അങ്ങനെയെങ്കിൽ ആ മനുഷ്യൻ 4 മണിയായപ്പോൾ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക. ഞാൻ അറിയാതെ എത്രയോ പേർ ഈ ബിക്ക് വേണ്ടി എഴുന്നേറ്റ് സീരെടുത്ത് പോയത് കൊണ്ടാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ നിൽക്കുന്നത് നമ്മളറിയാതെ നമുക്ക് വേണ്ടി എത്രയോ പേരെ ദൈവം ഉണർത്തി. എത്രയോ പേർ ഉണർന്ന് ആത്മമണ്ഡലത്തിൽ എവിടെയൊക്കെ പോയി. മറക്കരുതേ, എയ്ക്ക് വേണ്ടി ബിക്ക് വേണ്ടി എഴുന്നേക്കുന്ന ഒത്തിരി ഏകളുണ്ട്. അതുകൊണ്ടാണ് ദൈവസഭ ഇന്നും നിലനിൽക്കുന്നത്. നിഗൂഢമാണ് ദൈവസഭ ഭയങ്കര നിഗൂഢമായൊരു മിസ്റ്ററിയാണ്. ചർച്ച് ഈസ് എ ഗ്രേറ്റ് മിസ്റ്ററി. ഇറ്റ്സ് എ ബോഡി ഓഫ് ക്രൈസ്റ്റ്, എ മിസ്റ്ററി, ഡിവൈൻ മിസ്റ്ററി. ദൈവത്തിൻ്റെ സഭ ഇന്നും നിലനിൽക്കുന്നത് ഇതിനകത്ത് ഇന്നും ആരുമറിയാതെ രാത്രിയിൽ ദൈവദാസിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ഉണർന്ന് പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ടെന്നുള്ളത് കൊണ്ടാണ് ദൈവസഭയെ എഴുന്നേക്കണം. എപ്പം? അർദ്ധരാത്രി എഴുന്നേക്കണം. ആർക്ക് വേണ്ടി എഴുന്നേക്കണം? ബിക്ക് വേണ്ടി എഴുന്നേക്കണം, പോകണം. സിക്ക് വേണ്ടി, നമുക്ക് ബന്ധമില്ലാത്ത എന്നാൽ നമ്മളെ ആത്മാവ് ഉണർത്തുന്ന ഒരാൾക്ക് വേണ്ടി ഉണർന്നാൻ ആഗ്രഹിക്കുന്ന ഒരു കരമുയർത്തി പ്രാർത്ഥിച്ച് ഉപവാസ പ്രാർത്ഥനയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആത്മാർത്ഥമായ ഒരു ചലഞ്ച് വെക്കുക. എനിക്ക് മറ്റൊരാൾക്ക് വേണ്ടി ഉണരണം. എപ്പം? മറ്റൊരാൾക്ക് വേണ്ടി ഉണരണം. അങ്ങനെയുള്ളവരെല്ലാം പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഈ ബിക്ക് വേണ്ടി എഴുന്നേറ്റ എത്രയോ ഏകളുണ്ട്. 92 വയസ്സുള്ള ഒരു അമ്മച്ചി. എനിക്ക് കോവിഡിൽ ഒത്തിരി നല്ല സൗഹൃദങ്ങൾ കിട്ടി, നല്ല ബന്ധങ്ങൾ കിട്ടി, നല്ല പെങ്ങന്മാരെ കിട്ടി, നല്ല അമ്മച്ചിമാരെ കിട്ടി, നല്ല ചേട്ടന്മാരെ കിട്ടി, നല്ല അപ്പച്ചന്മാരെ കിട്ടി. അതിൽ നമ്മളങ്ങനെ പരമദാരിദ്ര്യത്തിലൊന്നും അല്ല, തെറ്റിദ്ധരിക്കുകയും വേണ്ട. എന്നാൽ ഈ മനുഷ്യർക്കെല്ലാം ഈ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ചിലപ്പം കൈ പൈസ കാണും, ചിലപ്പോൾ പൈസ കാണത്തില്ല. അത് വലിയ തെറ്റുമൊന്നുമല്ല. എപ്പോഴും കൈ പൈസ കാണാതിരിക്കുന്നതാണ് നല്ലതും. എപ്പോഴും കാണല്ലേ, കാരണം എന്നാലേ നമ്മൾ വിലയൊക്കെ അറിയത്തുള്ളൂ. എപ്പോഴും വേണ്ടൊന്നുമില്ല, ഞെരുക്കങ്ങൾ ഉണ്ടാകും, സ്വാഭാവികം. അതൊക്കെയാണ് ലൈഫ് എന്നൊക്കെ പറയും.
അപ്പോൾ എൻ്റെ കുഞ്ഞ് എന്നെ കോളേജിൽ വിടണം. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് വന്നിട്ട് 4 മണിയായപ്പോൾ എവിടുന്നോ വന്ന് ക്ഷീണിച്ചൊരു അരമണിക്കൂർ കിടന്നിട്ട് എനിക്ക് പൗരുഷനിൽ പോകണം. പിറ്റേ ദിവസം ഞാൻ അങ്ങോട്ട് പോയാൽ പിന്നെ 2-3 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. പിന്നെ ഞാൻ 1 മാസത്തേക്ക് ഞാൻ ബിസിയാണ്. അപ്പോൾ എൻ്റെ വൈഫ് എന്നെ ഉറക്കത്തെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ 1 മാസത്തേക്ക് അച്ഛൻ ഇനി ഇല്ല, ഞാൻ ഡയറി നോക്കി. അപ്പോൾ ഇന്ന് പോയിട്ട് രാത്രി നമ്മൾ പോയാൽ കുഞ്ഞിൻ്റെ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാം, അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കണം. അപ്പം പോയില്ല പിന്നെ ആരാ പോകുന്നത്? ഇന്ന് പോകണം. അപ്പം പോകണം, അവിടെ പോയി അഡ്വാൻസ് കൊടുത്ത് സീറ്റ് ബുക്ക് ചെയ്ത് കാര്യങ്ങൾ എല്ലാം പറഞ്ഞു വെച്ചേക്കുക. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, പോകണമല്ലേ. ഞാൻ പറഞ്ഞു പോകണം, പക്ഷെ ഇന്ന് പോകണം. ഇന്ന് പോകണേ എങ്ങനെ പൈസ? അല്ല ഞാനും ചോദിച്ചു എങ്ങനെ പൈസ? പിന്നെ പൈസ ഇപ്പം ഇല്ലല്ലോടി. ആണോ? ആ സാരമില്ല, അഡ്മിഷനൊക്കെ അല്ലേ, അതൊക്കെ നടക്കും. യഹോവ ഈരേ. ഞാനുറങ്ങി. ഞാൻ പോയി പൗരുഷ ഇരിക്കുമ്പോൾ ഇഷ്ടം പോലെ മിസ് കോള്. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ചർച്ചയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു, എൻ്റെ കുഞ്ഞ് സഹോദരങ്ങൾ വിളിച്ചിരിക്കുന്നു. എന്നാ കാര്യം? ഒരമ്മച്ചി എന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. അമ്മച്ചി 92 വയസ്സുള്ളൊരു അമ്മച്ചിയാണ്. അവരുടെ ഫാമിലി ഞാൻ മനസ്സിലാക്കുന്ന ഒരു ബ്രാഹ്മൺ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെട്ട ഒരു മർത്തോമ സഭയിലൂടെ വന്ന മർത്തോമക്കാരായ ഒരു കുടുംബമാണ്. ഞാൻ ആ അമ്മച്ചിയുടെ അടുത്ത് ചെന്ന്, എന്നെ അമ്മച്ചി പാസ്റ്റർ മോൻ പാസ്സായോ? പാസ്സായി. അത് ഞാൻ അറിഞ്ഞു. ഞാൻ ചോദിച്ചപ്പം തിരക്കിപ്പോൾ അറിഞ്ഞു. അവന് അഡ്മിഷൻ എടുത്തോ? ഇല്ല അമ്മച്ചി, പോകണം, പക്ഷേ അഡ്മിഷൻ എടുക്കണം, പൈസയെല്ലാം ഞാനാ തരുന്നേ, പൈസ മേടിക്കണം. ഞാൻ പറഞ്ഞു വേണ്ട, നമ്മൾക്കൊരു അന്തസ്സില്ലേ, വേണ്ട അമ്മച്ചി, അതൊന്നും സാരമില്ല അമ്മച്ചി, അതൊക്കെ നടക്കും. അങ്ങനല്ല, എൻ്റെ നിർബന്ധമാണ് മോനെ, അമ്മച്ചിയുടെ ആഗ്രഹം. നീ എന്നെ ഒരിക്കലെങ്കിലും അമ്മച്ചി എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഒരു ആഗ്രഹം. അമ്മച്ചി തന്നു, അടച്ചു. ഈ അടുത്തിടയ്ക്ക് അമ്മച്ചി എന്നെ വിളിച്ചപ്പം പറയുക, എനിക്കിപ്പോൾ ഒറ്റ ആഗ്രഹമുള്ള മോനെ, ഇനി മരിച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ല, വയസ്സൊക്കെ ഇല്ലേ, പക്ഷേ എൻ്റെ ഒരു പ്രശ്നം, ഞാൻ ദൈവത്തോട് പറയുന്നത് എനിക്കൊരു 2 വർഷം കൂടെ എങ്കിലും തരണം. ഞാൻ അതെന്തിനാ അമ്മച്ചി 2 വർഷം? അമ്മച്ചി ഒത്തിരി നാളിരിക്കട്ടെ. അല്ല അങ്ങനെയല്ല മോനെ, 2 വർഷത്തെ ആഗ്രഹമുണ്ട്, കുറച്ച് നാൾ. ഞാനിപ്പോൾ മരിച്ച എൻ്റെ അച്ഛൻ്റെ ഭർത്താവിൻ്റെ പെൻഷൻ കൊണ്ടാണ് ഞാൻ മോനെ പഠിപ്പിക്കുന്നത്. പക്ഷെ ഞാൻ മരിച്ചാൽ പിന്നെ പെൻഷൻ കിട്ടത്തില്ല. അപ്പം ഞാൻ ജീവിച്ചിരുന്നാലേ അവൻ്റെ പഠിത്തം പൂർത്തീകരിക്കണ്ടേ? അതിനുവേണ്ടി ഞാൻ ദൈവത്തോട് ആയുസ് ചോദിച്ചുകൊണ്ടിരിക്കുക. ആരുമല്ലാത്ത ഒരമ്മച്ചി എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കാൻ 2 വർഷത്തെ ആയുസ്സൂടെ തമ്പുരാനോട് ചോദിക്കുമ്പോൾ ഈ ബിക്ക് വേണ്ടി എത്രയോ എകൾ എഴുന്നേറ്റത് കൊണ്ടാണ് ഞാനിന്ന് ഇവിടെ നിൽക്കുന്നേ. നാം അറിയാതെ എത്രയോ ആൾക്കാരെ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ചു. അങ്ങനെയെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥന ചോദിക്കട്ടെ, അവരിന് വേണ്ടി ഉണരാൻ ആഗ്രഹമുള്ളവരെല്ലാം പ്രാർത്ഥിച്ച് അവരിന് വേണ്ടി ഉണരാൻ. നമ്മൾ പല കാര്യങ്ങളും ചിന്തിച്ചു. അവരിന് വേണ്ടി ഉണരാൻ ആഗ്രഹമുള്ളവരെല്ലാം കർത്താവിൻ്റെ സന്ധിയിൽ ഒന്ന് കരമുയർത്തി പ്രാർത്ഥിച്ച്, എനിക്ക് അവരിന് വേണ്ടി ഉണരണം, എന്നെ ഉണർത്തണം കർത്താവേ. എപ്പോൾ ഉണർത്തണം? അർദ്ധരാത്രി ഉണർത്തണം. പ്രാർത്ഥിക്കണേ, ഗൗരവമായി പ്രാർത്ഥിക്കണം പ്രിയരെ. ഉണരാൻ ആഗ്രഹിച്ച തമ്പുരാനെ ഉണർത്തും. ഞാൻ പറഞ്ഞില്ലേ, ജീവിതയാത്രയിൽ പലപ്പോഴും ഈ എളിയവൻ ഒറ്റയ്ക്കായിരുന്നു. ഏറെ പ്രതിസന്ധികളിലൂടെ ഞാൻ എൻ്റെ യൗവനകാലത്ത് ഒറ്റയ്ക്ക് കടന്നു പോയിട്ടുണ്ട്. എല്ലാ പ്രതിസന്ധികളെയും ഒറ്റയ്ക്ക് ഞാൻ തരണം ചെയ്തവനാണ് എന്ന് പറഞ്ഞാൽ അതൊരു അതിശക്തിയല്ല, എല്ലാവരും ഉള്ളപ്പം പോലും. പക്ഷെ അന്ന് പ്രശ്നമൊക്കെ വരുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ കാലെ കെട്ടിയിടുമായിരുന്നു. എൻ്റെ കട്ടിലെ കെട്ടിയിടുമായിരുന്നു. എന്നിട്ട് ഉറങ്ങും. കട്ടിലെ കെട്ടിയിട്ടാൽ എന്തോ പറ്റും? ഉറക്കത്തിൽ അങ്ങോട്ട് തിരിയുമ്പോഴും കാല് വലിക്കും. വലിക്കുമ്പം തന്നെ എന്തു ചെയ്യും? ഉണരും. അങ്ങനെ പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ അഭിമുഖീകരിച്ച പലതിലും ഒറ്റയ്ക്കുണർന്നും കരഞ്ഞും നിലവിളിച്ചും ഒക്കെ ഇവിടം വരുമ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ആ സമയത്ത് നിനക്ക് വേണ്ടി ഞാൻ ഉണർന്നായിരുന്നു പറഞ്ഞ എത്രയോ അമ്മമാരുടെ സാക്ഷ്യങ്ങൾ, എത്രയോ അപ്പച്ചന്മാരുടെ വേദനകൾ. ഈ രാത്രി സഭയോട് ദൈവം ചോദിക്കുക, അവരിന് വേണ്ടി ഉണരാൻ എനിക്ക് ആഗ്രഹമുണ്ട് കർത്താവേ. എൻ്റെ കുഞ്ഞിന് വേണ്ടി മാത്രമല്ല, അവരെൻ്റെ കുഞ്ഞിന് വേണ്ടി ഉണരാൻ കർത്താവേ, കർത്തദാസന്മാർക്ക് വേണ്ടി ഉണരാൻ, ഭാരതത്തിന് വേണ്ടി ഉണരാൻ, രാത്രിയിൽ എന്നെ എഴുന്നേൽപ്പിക്കണമേ എന്ന് ആഗ്രഹിക്കുന്നവർ ഈ രാത്രി പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കുക. അവരിന് വേണ്ടി അർദ്ധരാത്രി ഉണരുക. അങ്ങനെയുള്ളവരാണ് ഇന്നും ഓർക്കപ്പെടേണ്ടത്. വേദപുസ്തകത്തിലെ ഏറ്റവും നല്ലൊരു വ്യക്തിത്വങ്ങളിൽ ഒന്നായിട്ട് ഞാൻ കാണുന്ന ഒരാളാണ് മറിയം. തൻ്റെ ഉദരം ശ്രീയേശുനാഥന്
പരിശുദ്ധാത്മാവിന് ഗർഭവതിയാകാൻ വിട്ടുകൊടുത്ത ഒരമ്മ. എന്തുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു സംഭവം അമ്മയിലൂടെ ദൈവം പുറത്ത് കൊണ്ടുവന്നേ? ശ്രദ്ധിച്ചാൽ കാണാം, മറിയം ഒരു കാര്യം പറയുന്നുണ്ട്. ദൂതൻ വന്ന് പറയുമ്പോൾ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. ചെറിയൊരു കാര്യമല്ല അത്. കാരണം അത് ലൂക്കായില രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലൂക്കോസ് അത് പറയുന്നത്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. അപ്പോൾ കർത്താവ് ദൂതൻ പറയുന്നൊരു കാര്യമുണ്ട്. നിൻ്റെ ചാർച്ചക്കാരത്തി എലിസബെത്തും എന്ത് ചെയ്തു? ഗർഭം ധരിച്ചു. മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസം. അപ്പോൾ മറിയ എഴുന്നേറ്റ് യഹൂദ പട്ടണത്തിൽ കണ്ടോ ബന്ധപ്പെട്ട് എന്ന് സെക്കരിയാവിൻ്റെ വീട്ടിലെത്തി എലിസബെത്തിനെ വന്ദിച്ചു. എത്ര? ലൂക്കോസ് 1:39 വന്ദിച്ചു. ഇനി ഞാൻ കണ്ടൊരു പ്രത്യേകത മറിയത്തിൽ, മറിയം 56-ാമത്തെ വാക്യത്തിൽ കാണാം. അവരുടെ പാട്ടൊക്കെ ഉണ്ട് അവിടെ. 56-ാം വാക്യം 1-ന്റെ മറിയ ഏകദേശം എത്ര മാസം? 3 മാസം അവളോടുകൂടെ പാർത്തിട്ട് വീട്ടിലേക്ക് എന്ത് ചെയ്തു? മടങ്ങി. മറിയം 3 മാസം അവിടെ പാർക്കുമ്പോൾ എലിസബെത്തിന് 6 മാസമെന്നാണ് ദൂതൻ പറഞ്ഞു. അപ്പോൾ 6 + 3 എത്രയായി? 9 ആയി. 9-ാം മാസം പ്രസവത്തിൻ്റെ മാസമാണ് ആണല്ലോ അമ്മമാരെ. 9 മാസം തികയുമ്പോഴാണ് എന്ത് നടക്കുക? പ്രസവം. അങ്ങനെ ആണെങ്കിൽ മറിയം തൻ്റെ ഗർഭത്തിൻ്റെ പ്രാരംഭ സമയം ഏത് സ്ത്രീക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയമാണ്. സ്വാഭാവികമായും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയം. ആ സമയത്ത് പോലും വൃദ്ധയായ ഒത്തിരി പ്രായം ചെന്ന ഈ എലിസബെത്തിന് വേണ്ടി തൻ്റെ കുഞ്ഞിനെ വയറ്റിയിട്ടുകൊണ്ട് 3 മാസം ചെലവഴിച്ചു മറിയം. ആർക്ക് വേണ്ടി? എലിസബെത്തിന് വേണ്ടി. ഇന്ന് ഓർക്കപ്പെടേണ്ടത് മറിയം. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ആദരിക്കപ്പെടണം. ആരാധനയും ആദരവും രണ്ടാണ്. പക്ഷേ മറിയം 3 മാസം ആർക്ക് വേണ്ടി കൊടുത്തു? എലിസബെത്തിന് വേണ്ടി കൊടുത്തു. നമ്മൾ ഈ മരിക്കുന്നതിന് മുമ്പ് ഒരു ആഴ്ചയെങ്കിലും ഒരാൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി അല്ലാതെ ജീവിക്കണം. അതൊരു സന്തോഷമെന്നറിയാം. നമുക്ക് വേണ്ടി അല്ലാതെ ഒരാഴ്ച ജീവിച്ചു വയ്ക്കുക. ഒരാളുടെ കൂടെ ആശുപത്രി നീക്കുക. ആരാത്? ജോലിയല്ല, നമ്മുടെ സഭയിലുള്ള ഒരാളാ, അല്ലെ ചർച്ചക്കാരാ, അല്ലെ ബന്ധുക്കളാ, അല്ലെ കൂട്ടുകാരാ, നമ്മുടെ സഹവിശ്വാസിയാ. 1 മാസം അവരുടെ കൂടെ ആശുപത്രി ചെയ്യുന്നു. നമ്മൾ ആ 100 ദിവസം ആർക്ക് വേണ്ടിയാണ് ജീവിച്ചേ? നമുക്ക് വേണ്ടിയാണോ അവർക്ക് വേണ്ടിയാണോ? അവർക്ക് വേണ്ടി ജീവിക്കുക. മരിക്കുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും എന്നറിയാം നമുക്ക്. എന്താ കാര്യം? അവരുടെ ജീവിതമൊക്കെ പുണ്യപ്പെട്ടതായിരിക്കും. ഞാൻ ഒരാൾക്ക് വേണ്ടിയെങ്കിലും ജീവിച്ചിട്ടുണ്ട്. 100 ദിവസത്തോളം എൻ്റെ പെങ്ങൾ ആശുപത്രി കിടന്നു. ഏറ്റവും അവസാനത്തെ ദിവസങ്ങളിൽ വല്ലാതെ ശരീരം പൊട്ടി വ്രണമായി വല്ലാത്ത ദുരന്തത്തിലാണ്. കാണാൻ പ്രയാസമായിരുന്നു. പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു എൻജിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സാം, ആ 100 ദിവസത്തിൽ പല ദിവസവും ഞാനില്ലാഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി നിന്നത് അവനാ. മുഴുവൻ ദിവസങ്ങളിലെ മിക്കവാറും ദിവസങ്ങളിൽ അവരന് വേണ്ടി കുറേ ദിവസം നിൽക്കാനൊത്ത, കൊടുത്താനൊത്ത ജീവിതം പുണ്യമാണ്. എൻ്റെ ഒരു ചോദ്യം മുമ്പേ ഞാൻ ചോദിച്ചു, അർദ്ധരാത്രി എഴുന്നേറ്റോന്ന്. എനിക്ക് വേണ്ടി അല്ലാതെ ഒരാഴ്ച മറ്റൊരാൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചിട്ടുണ്ടെന്ന്. നേഴ്സ് ജോലി ചെയ്യുന്നതിൻ്റെ കാര്യമല്ല ഞാൻ ചോദിച്ചത്, അത് ശമ്പളത്തിൻ്റെ ഭാഗം അല്ല. ഒരാഴ്ച ഈ ആയുസ്സിൽ ഞാൻ ഒരാൾക്ക് വേണ്ടി, മറ്റൊരാൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചു എന്ന് ബോധ്യമുള്ളവരൊന്ന് കൈവക്കാവും. സ്വന്തം അപ്പന് വേണ്ടിയാ ഞാൻ ചോദിക്കുന്നത്, അപ്പനും അമ്മയല്ല. അത് സ്വാഭാവികമല്ലേ, ധർമ്മമല്ലേ, കടമയല്ലേ. എൻ്റെ ബന്ധമല്ലാത്ത ഒരാൾക്ക് വേണ്ടി ഞാൻ ഒരാഴ്ചയെങ്കിലും ജീവിച്ചിട്ടുണ്ട്. കൈവക്കാവും. ശരിക്കും അന്നോട്ട് ഞാൻ പറഞ്ഞിട്ടേ മനസ്സിലാക്കിയിട്ടേ കൈവക്കാവും. എൻ്റെ ആരുമല്ലാത്ത, എന്നാൽ രക്തബന്ധമല്ലാത്ത ഒരാൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചു എന്ന് ഓർമ്മയുള്ളവരൊന്ന് കൈവക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കും. ഒരാഴ്ച ഒരാൾക്ക് വേണ്ടി ജീവിച്ചു. എന്തൊരു ഭാഗ്യം അത്. മറിയം എത്ര മാസമാണ് ജീവിച്ചേ? 90 ദിവസം. 90 ദിവസം മറ്റൊരാൾക്ക് വേണ്ടി ജീവിച്ച മറിയം ഇന്നും ഓർക്കപ്പെടുകയാണ്. സാർത്ഥതയുടെ മണിമുകുടമാണ് ഇന്നത്തെ ലോകം. നമുക്ക് മറ്റൊരാൾക്ക് വേണ്ടി ഒരു ദിവസം എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനൊക്കൂ? മറ്റൊരാൾക്ക് വേണ്ടി ഒരു ദിവസം എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനൊക്കൂ? ഇങ്ങനെയുള്ള കൊച്ചു മനുഷ്യർ ഇന്നും ഉണ്ടെന്ന് മറക്കരുത്. മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കാൻ, മറ്റൊരാൾക്ക് വേണ്ടി. നമ്മൾ ചിലതൊക്കെ ചെയ്തിട്ട് വലിയ ഭാരമായിട്ടൊക്കെ പറയുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ഞാൻ എന്തുമാത്രം യാത്ര ചെയ്തു. വർഷങ്ങൾ യാത്ര ചെയ്തു. വർഷങ്ങളൊക്കെ യാത്ര ചെയ്തത് എത്രയോ വർഷങ്ങളാണ്. എളിയവരൊക്കെ അതിലൊക്കെ എന്തോ കുറവാണ്.
എന്നാലും ഞാൻ ചെന്ന് താമസിക്കുന്ന വീടുകളിൽ ഒരു മാസമൊക്കെ ഞാൻ താമസിച്ചിട്ടുണ്ട് പണ്ടൊക്കെ. ഇപ്പോൾ അത്ര ഇല്ലെങ്കിൽ പോലും എനിക്ക് വേണ്ടി മുറി ഒഴിഞ്ഞു തരുന്നവർ, അവിടെ കിടത്തുന്നവർ, കൊണ്ട അടക്കുന്നവർ, ഡ്രസ്സ് കഴുകി കൊണ്ട് വെക്കുമ്പോൾ ആരുമല്ലാത്ത ആരോ നമുക്ക് വേണ്ടി ആകുകയല്ലേ. എത്രയോ പേര് നമുക്ക് വേണ്ടി ജീവിക്കുക, എത്രയോ പേർ നമുക്ക് വേണ്ടി ജീവിക്കുക. എനിക്കൊരു കൃഷ്ണമ്മച്ചി ഉണ്ടായിരുന്നു. കോവിഡിൽ ആ അമ്മച്ചി പോയി. 76 വയസ്സുള്ള അമ്മച്ചി, കൃഷ്ണമ്മച്ചി. അടുക്കളയിൽ പലരുടെ ജോലി ചെയ്യുക. അപ്പോൾ ഈ കൃഷ്ണമ്മച്ചി വന്നിട്ട് ഞായറാഴ്ച നേരിട്ട് കയ്യിൽ ഒരു കാണിക്ക കൊണ്ടുത്തരും. തിരുവനന്തപുരം തെക്കുള്ള അമ്മച്ചി നാട്ടിൽ വന്ന കൂലിവേലയാണ്. ഞാൻ അമ്മച്ചിയെ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരു കൊച്ചമ്മച്ചി, 76-77 വയസ്സുണ്ട്. ഞാൻ ഈ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി എന്തിനാ അമ്മച്ചി പൈസ? അമ്മച്ചിക്ക് അങ്ങോട്ട് തരണ്ടേ? അല്ല മോനെ, സന്തോഷമല്ലേ. എങ്ങനെ അമ്മച്ചി പൈസ? ആഴ്ചയിൽ ഞാൻ 5-6 ദിവസം കൂലിവേലയ്ക്ക് പോകും. പിന്നെ അത് കിട്ടുന്നതുകൊണ്ടാണ്. വയ്യാത്ത ഒരു മോളുണ്ട്, അവരുടെ കുഞ്ഞുണ്ട്, അവരെല്ലാം ഞാനാണ് നോക്കുന്നത് ഇപ്പോഴും. അത് ഈ കൂലിവേല ചെയ്താൽ ദിവസം 500 രൂപ ഒക്കെ ശമ്പളം കിട്ടും. പിന്നെ ഞാൻ ആഴ്ച 3-4 ദിവസം 5 മണി കഴിഞ്ഞ് ഓടി ഒന്നിൻ്റെ വീട്ടിൽ പോയി പെട്ടെന്ന് മിറ്റം തൂക്കും. 1 മണിക്കൂർ മിറ്റം തൂത്ത് ഒന്ന് വെള്ളം കോരി വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അവരെനിക്ക് എന്തെങ്കിലുമൊക്കെ തരും. ആഴ്ചയിൽ ഈ 5 മണി കഴിഞ്ഞ് പോകുന്നത് ഈ മോന് വേണ്ടി, മറ്റേത് പോകുന്നത് എൻ്റെ പിള്ളേർക്ക് വേണ്ടി. ആ കൃഷ്ണമ്മച്ചി കോവിഡ് മരിച്ചുപോയി. 76 വയസ്സുള്ള അമ്മച്ചി ഈ മോന് വേണ്ടി 5 മണി കഴിഞ്ഞ് ജോലി ചെയ്യാൻ പോവാ. അങ്ങനെ എത്രയോ പേർ. ഇതാണ് ദൈവരാജ്യം. ദിസ് ഈസ് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ദിസ് ഈസ് ദ കൾച്ചർ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ദിസ് ഈസ് ദ സംസ്കൃതി, സംസ്കാരം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവരന് വേണ്ടി ഉണരാൻ പോയി നിൽക്കാനൊന്നും ഒത്തില്ലെങ്കിലും അവരന് വേണ്ടി ഉണരാൻ എന്നെ ഒന്ന് ഇടയാക്കണേ. അങ്ങനെ തട്ടി ഉണർത്തണേ. എന്നിട്ട് ഞാൻ തിരിഞ്ഞും മറിഞ്ഞ് കിടക്കുകയാണെങ്കിൽ സമ്മതിച്ചിരിക്കുന്ന 2 അടി കിട്ടി എന്നെ ഉണർത്തണേ. എന്തിനാ? അവന് വേണ്ടി ഉണരാൻ. ഞാൻ ഉണർന്നില്ലെങ്കിൽ ഈ ബേബി ചെന്ന് പോത്തില്ലേ, അവൻ ഉറങ്ങാതെ കിടക്കത്തില്ലേ. സിയുടെ കയ്യിൽ അവന് കൊടുക്കാനുള്ളതെല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ ചെന്ന് ചോദിച്ചാലേ സി തരത്തുള്ളൂ. എയും സിയും തമ്മിലുള്ള ബന്ധത. ബിക്ക് വേണ്ടി പോകാൻ എ ഉണ്ടെങ്കിലേ ഒക്കത്തുള്ളൂ. അതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ ഈ രാത്രി അടിവൻ ചോദിക്കുക, അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷേകത്തെ എനിക്ക് തരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരെല്ലാം ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കണം. അവരിന് വേണ്ടി. ഒപ്പം തന്നെ ഞാൻ ചോദിക്കുക, അവരിന് വേണ്ടി. എൻ്റെ സഭയിലെ വണ്ടി ഓടിക്കുന്ന മിക്ക മക്കളും ബിടെക് കഴിഞ്ഞവരാ. 5-6 എൻജിനീയേഴ്സുണ്ട് എനിക്ക്. നല്ല BSc നഴ്സിംഗ് കഴിഞ്ഞ് എൻ്റെ കൂടെ 1 വർഷം ജോലി 2-3 വർഷം നിന്ന് സർവീസ് ചെയ്തവരുണ്ട്. അവരിന്ന് യൂറോപ്പിലാണ്. 10 വർഷത്തോളം രാത്രി ഇരുന്ന് പ്രാർത്ഥിച്ചവരുണ്ട്. അവരാരും നാട്ടിയില്ല. അവരെല്ലാം ദൈവം അനുഗ്രഹിച്ചു. അനുഗ്രഹത്തിൻ്റെ കണക്കുകളല്ല എനിക്ക് പറയാനുള്ളത്. എന്നാലും ഒരു കാര്യം ഞാൻ പറയാം, അവരിന് വേണ്ടി എഴുന്നേക്കാനുള്ള കൃപ എനിക്ക് തരണം. എന്നാൽ വീട്ടൊക്കെ കഴിഞ്ഞ മക്കൾ വണ്ടി ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ വാഹനം ഓടിക്കാൻ അത്യാവശ്യം ഒന്ന് ആവശ്യപ്പെട്ടപ്പോൾ എൻ്റെ കുഞ്ഞ് വണ്ടി ഓടിച്ച് നിൻ്റെ സഭ വളരണ്ടാന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞൊരുകൊണ്ട്. എൻ്റെ കുഞ്ഞ് വണ്ടി ഓടിച്ച് നീ അങ്ങനെ വേല ചെയ്യണ്ട. അതിനല്ല ഞാൻ കുഞ്ഞിനെ വളർത്തിയത്. അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പക്ഷെ നിരുപാധികമായി കുഞ്ഞിനെ വിളിച്ചോണ്ട് പോ പാസ്റ്ററേ, ആ സഭയ്ക്ക് പ്രയോജനപ്പെട്ടെന്ന് പറയുന്ന എത്രയോ അമ്മമാരുണ്ടെന്നറിയാമോ? വിളിച്ചോണ്ട് പോ പാസ്റ്ററേ, അവൻ സഭയ്ക്ക് പ്രയോജനപ്പെട്ടെന്ന് പറയുന്ന എത്രയോ പേരുണ്ട്. ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി എന്നെ ഉണർത്തണമെന്ന് പ്രാർത്ഥിക്കാം കണ്ണടച്ച്. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെല്ലാം ഇന്ന് നമുക്കൊരു പ്രാർത്ഥനയുടെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. കഥാസം പറഞ്ഞതുപോലെ ഈ പ്രാവശ്യത്തെ എൻ്റെ ഒരു പക്ഷേ ലാസ്റ്റ് സെക്ഷനാണ്. പക്ഷെ എനിക്ക് നിനക്ക് വേണ്ടി ഉണരണം, എന്നെ ഉണർത്തണം. ആത്മീയത എന്ന് പറയുന്നത് ഒരു കണ്ടൻമെൻറ്റ് ലൈഫാണെങ്കിലും അതിനകത്തൊരു ഡിസ്കണ്ടൻമെൻ്റ് ഉണ്ട്. അവരുടെ വേദന അസ്വസ്ഥപ്പെടുത്തുന്നവൻ ആരോ അവൻ ഉണരും. അവരിന് വേണ്ടി ഉണരും. അവരുടെ വേദനകളിൽ അസ്വസ്ഥപ്പെടുന്നവർ അവന് വേണ്ടി ഉണരും.
അവന് വേണ്ടി പോകും. എവിടെ? സിയുടെ അടുത്ത് പോകും. എന്നിട്ട് സിക്ക് വേണ്ടത് മേടിച്ചു, ബിക്ക് വേണ്ടത് സിയുടെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരും. അങ്ങനെ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിക്കുന്നു. എനിക്കതിനുള്ളൊരു കൃപ കരണം. ഞങ്ങളതിന് ഉണരാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വേണ്ടി മാത്രമല്ല, മറ്റൊരാൾക്ക് വേണ്ടി. ഉണർത്തണേ എന്നെ പ്രിയരെ. ഉണരാൻ ആഗ്രഹിച്ചാൽ ഉണ്ടല്ലോ, ഉണരാനുള്ള ആരോഗ്യം തരും, ഉണരാനുള്ള ഓർമ്മ തരും. ഓർമ്മയുള്ളപ്പോഴേ പ്രാർത്ഥിക്കാൻ ഒക്കത്തുള്ളൂ. ഓർമ്മ പോയ എന്നെ ഒന്ന് കണ്ണു തുറന്ന് നോക്കിക്കേ. ഓർമ്മ പോയാൽ പ്രാർത്ഥിക്കാൻ ഒക്കൂ? മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും വലിയ ആവശ്യം എന്താ? ഓർമ്മയാണ്. ഓർമ്മ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം. ഓർമ്മ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചാൽ ഉണ്ടല്ലോ, അഥവാ നമ്മുടെ ഓർമ്മ പറഞ്ഞാലും ഓർമ്മയുടെ പുസ്തകത്തിൽ അത് കാണും. ഒരു പക്ഷെ മറവിയുടെ ലോകത്തേക്ക് നമ്മൾ പോയാലും മറക്കത്തില്ല കർത്താവ്, മറക്കത്തില്ല. മറവിയുടെ ലോകത്തേക്ക് നമ്മൾ പോയാലും കർത്താവ് അത് മറക്കില്ല.